വെൽക്കം ടു ഏവൽ ന്യൂസ്. ഇന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന നമ്മുടെ ഹദ്ദുള്ള കുട്ടിക്ക്, അതായത് MMLP സ്കൂളിൻ്റെ മാനേജറാണ് അദ്ദേഹം. ഹജ്ജിന് പോകുന്നതിൻ്റെ ഒരു യാത്രയപ്പ് ചടങ്ങിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. അതുട്ടിക്ക, എന്നാണ് ഹജ്ജിന് പോകുന്നത്? ഇൻഷാ അല്ലാഹ് ഈ മാസം 26-ാം തീയതി പറഞ്ഞിട്ടുള്ളൂ, എന്നാലും ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടല്ലേ? എല്ലാ അറേഞ്ച്മെൻറ്റുകളും ശരിയാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഹജ്ജിന് പോയിട്ട് ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. തീർച്ചയായിട്ടും. വസീലിക്ക, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാൻ? അള്ളൂട്ടി നല്ലപോലെ പോയിട്ട് ഹജ്ജ് ചെയ്തിട്ട് വരട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അബ്ദുട്ടി ഹജ്ജിന് പോകുന്നുണ്ട്, അള്ളാഹു എല്ലാം ഹയറാക്കി തരട്ടെ, പഠിച്ചാൻ സ്വീകരിക്കട്ടെ. അബ്ദുട്ടിക്കാടെ യാത്രയും ഹജ്ജും അള്ളാഹു നല്ല രീതിയിലാക്കി ഒക്കെ ഹയറും യാത്രയും വളരെ ഹയറാക്കി കൊടുക്കട്ടെ. അവനെ നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. കുട്ടികൾക്ക് ഹജ്ജും ഉംറയും ഒക്കെ ഹയറാക്കി സന്തോഷമായിട്ട് പോയി വരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുട്ടിയും ഭാര്യയും കൂടിയിട്ട് ഹജ്ജിന് പോകുന്നറിഞ്ഞു. അതിൽ വളരെ സന്തോഷമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുള്ള കുട്ടി ഹജ്ജിന് യാത്രയ്ക്ക് എല്ലാം തയ്യാറായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യം നൽകി മഖ്ബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് വേണ്ടി അറഫായിൽ വെച്ച് പ്രത്യേകമായ ദുആ നടത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. തടിയാലും മുതലാലും വഴിയാലും സമഗ്രമായി സന്തോഷത്തോടുകൂടി ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന അബ്ദുള്ള കുട്ടിയും കുടുംബത്തിനും യാതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമില്ലാതെ മക്കയിലും മദീനയിലും പ്രാന്തപ്രദേശങ്ങളിലും അവരുദ്ദേശിച്ച എല്ലാ കർമ്മങ്ങളും ഭംഗിയായി ചെയ്ത് ഒരു ജലദോഷം പോലും കൂടെ കൊണ്ടുവരാതെ തിരിച്ചു വരാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സ്നേഹിതൻ അബ്ദുള്ള കുട്ടിയും കുടുംബം ഹജ്ജിന് പോവാണ്. അല്ലാഹു തആല അവർക്ക് പൂർണ്ണ ആരോഗ്യം ആഫിയത്തും കൊടുത്ത് അവരുദ്ദേശിച്ച കാര്യം ഭംഗിയായിട്ട് നിർവഹിക്കാനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് ആഫിയത്തോടുകൂടി തിരിച്ചു വരാനും നമുക്കും സമൂഹത്തിന് മൊത്തം വേണ്ടി പ്രാർത്ഥിക്കാനും അല്ലാഹു തആല അദ്ദേഹത്തിനോട് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവക ആശംസകളും നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും. അവിടെ സ്നേഹിതൻ അബ്ദുള്ള കുട്ടി ഹജ്ജിന് പോവുകയാണ്. അബ്ദുള്ളയും ഭാര്യയും ഹജ്ജിന് പോവുകയാണ്. അള്ളാഹു അവർക്ക് ആരോഗ്യവും ആയുസ്സും ദീർഘായുസ്സും നൽകി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് തിരിച്ച് സുഖമായി എത്താൻ അള്ളാഹുവിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ. അതൊക്കെ ടീച്ചറും എല്ലാവരും കൂടി ഹജ്ജിന് പോകണം, എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയ സുഹൃത്ത് ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിൽ സ്ഥിരമായിട്ട് വരുന്ന അബ്ദുട്ടിക്ക അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടു കൂടി ഫാമിലി ഹജ്ജിന് പോവുകയാണ്. എല്ലാ അനുഗ്രഹത്തോടു കൂടിയുള്ള ഹജ്ജ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഇതോടൊപ്പം എനിക്ക് ചില ഓർമ്മകൾ കൂടി വരികയാണ്. കാരണം ഞാൻ മക്കയിലാണ് ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ഞാൻ പ്രവാസിയായിരുന്നല്ലോ. അപ്പോൾ ഒന്ന് അവിടെ മക്കയിലായിരുന്നു. അപ്പോൾ അവിടെ വരുന്ന ഹാജിമാർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ബേക്കറി ഐറ്റംസിൻ്റെ ഒരു വാൻ സെയിൽസ്മാൻ ആയിരുന്നു. സ്വിറ്റ്സ് എന്ന ബ്രാൻഡിൻ്റെ വാൻ സെയിൽസ്മാൻ ആയിരുന്നു ഞാൻ. അപ്പോൾ ഒത്തിരി നല്ല ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജുബിന സാൻഡ്വിച്ച്, ജുബിന ക്രോസ, ബട്ടർ ക്രോസ, മധുര സ്ലൈസ്, പ്ലം കേക്ക്, ഫ്രൂട്ട് കേക്ക്, അങ്ങനെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഹജ്ജിൻ്റെ പരിസരങ്ങളിലുള്ള കടകളിലൊക്കെ അധികം തിരക്കിലും ഈ സാധനങ്ങൾ വാനിലൂടെ സെയിൽ ചെയ്തിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഹജ്ജിൻ്റെ ഓർമ്മകളൊക്കെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരികയാണ്. എന്തായാലും പ്രവാസം അവസാനിച്ച് പോരുന്നതിന് മുമ്പ് 100 പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. യാത്രയപ്പിൽ നല്ല ഇതാക്കി തീർക്കട്ടെ, ഹജ്ജ് കബൂലാക്കട്ടെ. എന്തായാലും നമ്മുടെ പ്രിയ സുഹൃത്ത് അതുട്ടിക്കയുടെ ഹജ്ജിൻ്റെ യാത്രയപ്പ് ഇവർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുട്ടിക്ക, എന്തായാലും ഒത്തിരി ആളുകൾ പല ദുആ വസിയത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥനകൾ ഫലത്തിൽ വരട്ടെ എന്ന് ആശിക്കുകയാണ്. പിന്നെ ഈ യാത്രയപ്പ് യോഗം സംഘടിപ്പിച്ച നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രവർത്തകരോട് നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്.
പ്രത്യേകിച്ച് നമ്മളെ ഈ ഹെൽത്ത് വെൽനസ് പ്രോഗ്രാമിന് നമുക്ക് സൗകര്യം ചെയ്തു തന്ന ഗാർഡൻ അരീന ടർഫ് മാനേജ്മെൻറ്റിനോടും നമ്മൾ മീഡിയ പാർട്ട്ണർ ഈവൽ ഓൺലൈൻ ചാനലിനോടും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകമായി എല്ലാ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാം പങ്കെടുക്കുന്ന എല്ലാവർക്കും പുണ്യഭൂമിയിൽ വെച്ച് ദുആ ചെയ്യുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മിറാജ് രാവിലെ കാറ്റേ പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടെ, പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടെ. മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ, മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ സത്യത്തിൻ ഗീതങ്ങൾ നാട്ടെ. മിറാജ് രാവിലെ കാറ്റേ മരുഭൂതനുഷ്ഠിച്ച കാറ്റേ. ഇക്കുള്ള സമയത്തിന് ഇമാമും ജമാഅത്തായിട്ട് പള്ളിയിൽ ഹറമിൽ നിസ്കരിക്കുക. ആ ഹറമിൽ നിസ്കരിക്കുമ്പോൾ 1,00,000 പ്രതിഫലമുണ്ട്. എന്തായാലും അക്കോമഡേഷൻ ഹറമിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും ഇത്ര ആളുകൾക്ക്. എവിടെ ആയാലും വണ്ടിക്ക് വരാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കിടക്കുന്നിടത്ത് വണ്ടി നിൽക്കുന്നുണ്ടാവും. ഏത് റൂമിൽ എവിടെ കിടന്നാലും ശരി. മുസഫ എവിടെ ഉണ്ട് അല്ലേ? മുസ്തലിഫ അല്ല, മറ്റേ ഇവർ സാധാരണ ഇവർ സാധാരണ എടുക്കുന്ന ലോഡ്ജുകളുണ്ടല്ലോ, ആ ലോഡ്ജ് കുറേ അകലെയാണെങ്കിലും ശരി, 3-4 കിലോമീറ്റർ അകലെയാണെങ്കിലും അവിടെ ബസ് നിൽക്കുന്നുണ്ടാവും. നമുക്ക് ഒറ്റയ്ക്ക് പോകണമെന്ന് വെച്ചാലും പോവാം. ഇപ്പോഴുള്ള സൗകര്യം അതാ. അതെ അതെ അതെ, ബസ്സിൽ കയറിയിട്ട് പോയാൽ നിസ്കരിക്കാൻ. അപ്പോൾ ഹറമിൻ്റെ അടുത്ത് ചെന്ന് ഇറങ്ങാൻ പറ്റും. ഹറമിൻ്റെ തൊട്ട് പടിക്ക് ഇറങ്ങാം. പിന്നെ അങ്ങോട്ട് നേരെ മുകളിലേക്കും കയറാം, അടിയിലേക്കും വരാം. എങ്ങനെയും പണി ചെയ്യാം. ജലീൽക ഹജ്ജ് ചെയ്തിട്ടുള്ളതാണല്ലോ, അന്നത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ അനുഭവങ്ങളാണ്. ഏറ്റവും നല്ല രൂപത്തിലാണ് ഞങ്ങളൊക്കെ അന്ന് ഞങ്ങളുടെ 200 പേര് ഒറ്റ ഗ്രൂപ്പായിട്ട് KNM പോയതാണ്. വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാനൊപ്പം ആൾക്കാരുണ്ട് നമ്മളെ സഹായിക്കാൻ, പറഞ്ഞു തരാനും എല്ലാം. വളരെ നല്ല രൂപത്തിലായിരുന്നു ഹജ്ജ്. എല്ലാവർക്കും ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു ആ ഹജ്ജ് ചെയ്യാൻ. വളരെ രസമായ ഭക്ഷണ രീതി. ഭക്ഷണമൊക്കെ അവിടെ ഒറ്റയ്ക്ക് ക്യാമ്പിൽ അവർ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരും. ഇത് കാര്യമായിട്ടുള്ളത് സുബൈക്ക് നേരത്തെ 3 മണിക്ക് എണീറ്റ് നേരത്തെ ഹറമിൽ പോവുക. ഹറമിൽ ചെന്നുമ്പോൾ തവാഫ് ചെയ്യുക. കിട്ടുന്നിടത്തോളം തവാഫ്